കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ആവേശക്കൊടുമുടിയിൽ ഇലക്ഷൻ പ്രചാരണം. ജനങ്ങളുടെ മനസ്സിൽ എന്ത്? മുന്നണികളും സ്ഥാനാർത്ഥികളും മനസ്സിൽ കൂട്ടിവെച്ചിരിക്കുന്ന കണക്കുകളൊക്കെ ശരിയോ? പല മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്ന കാഴ്ച. ഇടതിനെയും വലതിനെയും ഒക്കെ ചേർത്ത് നിർത്തിയ മണ്ഡലങ്ങൾ ഇക്കുറി ആർക്കൊപ്പം? മധ്യ കേരളത്തിലെ ജനമനസ്സിൽ എന്ത്? പവർ പ്ലേയിലൂടെ ഒന്ന് പരിശോധിക്കാം. ലിജിൻ, നമ്മൾ മധ്യ കേരളമാണ് ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നതും ഒരു വിശകലനവും വിശദീകരണവും ഒക്കെ ആയി പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് എറണാകുളത്തേക്ക് തന്നെ പോകാം. എറണാകുളം മണ്ഡലം, ഒപ്പം പറവൂര്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മണ്ഡലം കൂടിയാണ്. എങ്ങനെയായിരിക്കും എറണാകുളം മണ്ഡലത്തെ ലിജിന് എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണുന്നത്? അതിന്റെ ഒരു വിശകലനം എന്തായിരിക്കും? തീർച്ചയായും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് എറണാകുളം നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വി ഡി സതീഷിന്റെ പേരായിരിക്കും. പറവൂരാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്ത നിരവധി പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ആ മറുവശത്ത് LDF നിർത്തിയിരിക്കുന്നത് ഒരു മികച്ച കാൻഡിഡേറ്റിനെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഓരോ തവണ കഴിയും തോറും ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭൂരിപക്ഷം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ആത്മവിശ്വാസം പറവൂരിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. മറുവശത്ത് നല്ല മത്സരം എന്തായാലും നടക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം 20,000-ൽ പരം ഭൂരിപക്ഷത്തിനാണ് പറവൂരിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വിജയിച്ചു വന്നത്. പക്ഷേ ഇത്തവണ അത്രയും കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊന്ന് ഈ തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ കെ ബാബു മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറയുന്നു. നേരത്തെ തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നതാണ്. പ്രത്യേകിച്ച് M സ്വരാജുമായിട്ടുള്ള മത്സരം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ തൃപ്പൂണിത്തുറയും ഇത്തരത്തിൽ വലിയ ഒരു പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം നേരിടുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പിന്നെ നമുക്ക് സ്വാഭാവികമായും വരുമ്പോൾ ഈ മറ്റു പല മണ്ഡലങ്ങൾ, എറണാകുളം മണ്ഡലവുമായി ബന്ധപ്പെട്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു കുത്തക മണ്ഡലമായിട്ടാണ് പൊതുവെ അവർ തന്നെ വിലയിരുത്തുന്നത്. അത് ഈ ജാതി മത സമവാക്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ വന്നു. പ്രത്യേകിച്ച് ഈ 14 ജില്ലകളിലെയും മികച്ച ഒരു DCC അധ്യക്ഷനാണ് മുഹമ്മദ് ഷിയാസ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ആ ഘട്ടത്തിൽ ഈ എറണാകുളം സീറ്റ് ഷിയാസിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ വാശി പിടിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതായിരുന്നു. പക്ഷേ പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും UDF-നുള്ള ഒരു ആശയക്കുഴപ്പമാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വരുന്ന ഒരു ആശയക്കുഴപ്പം. അത് ഇത്തവണയും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നല്ല, ദീപ്തി മേരി വർഗീസിന്റെ പേരൊക്കെ വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ മേയർ സ്ഥാനാർത്ഥി ആരെന്നുള്ള തർക്കമൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ ഒന്ന് കൂടി കുഴഞ്ഞു കിടക്കുകയാണ്. എങ്ങനെ അതിനെ അനുമാനിക്കാം? തീർച്ചയായിട്ടും. പക്ഷേ ഈ ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറഞ്ഞത് വി ഡി സതീശൻ നോമിനി എന്നായിരുന്നു. പക്ഷേ വി ഡി സതീശൻ പിന്നെ പറഞ്ഞത് KC വേണുഗോപാൽ പറഞ്ഞിട്ടാണ് ഈ ഷിയാസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാണ്. എന്തായാലും ഒരു നല്ല മത്സരം നടക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ മുഴുവൻ മണ്ഡലങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിലും ആകെ കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ NDA-യുടെ മുന്നേറ്റം എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് 2020 NDA-യുടെ ഭാഗമാകുന്നു. സാബു ജേക്കബിന് അവിടെ നല്ലൊരു അടിത്തറയുള്ള ഒരു മേഖല കൂടിയാണ് എറണാകുളം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് വരുമ്പോൾ നിശ്ചയമായിട്ടും അദ്ദേഹം പിടിക്കുന്ന വോട്ട്, പ്രത്യേകിച്ച് 2020 സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ട് നിർണായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് NDA ഇത്തവണ 2020-ക്ക് അതുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ഥാനാർത്ഥികളെയൊക്കെ പരിശോധിച്ചാലും താരപ്രചാരകരെയൊക്കെ ആദ്യം ഇറക്കിയെങ്കിലും ചിലവർക്ക് വോട്ടില്ലാത്ത കാരണമൊക്കെ അതിൽ നിന്നും പിന്മാറേണ്ടി വരും. അത്രത്തോളം പ്രാധാന്യം 2020-ക്ക് കൊടുത്തിട്ടുണ്ട് ഇത്തവണ NDA. ഇതിന് മുൻപ് നടന്ന മത്സരങ്ങളൊക്കെ തന്നെ ചില പഞ്ചായത്തുകളിൽ അവർക്ക് ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിനകത്ത് ചില പൊളിറ്റിക്സ് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അവരെ എഴുതി തള്ളാൻ കഴിയില്ല. മാത്രമല്ല അവർ പിടിക്കുന്ന വോട്ടിൻ്റെ എണ്ണം അല്ലെങ്കിൽ വോട്ട് പെർസെൻറ്റേജ് ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിരവധി ജില്ലകൾ, മറ്റ് മണ്ഡലങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നത് ഈ ഇത്രയും മണ്ഡലങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് കോട്ടയത്തിലേക്ക് പോവുകയാണെങ്കിൽ, കോട്ടയം എന്ന് പറയുമ്പോൾ റബ്ബറിൻ്റെ നാടാണ്. സ്വാഭാവികമായും ഈ 3 മുന്നണികളുടെയും അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് റബ്ബറിൻ്റെ താങ്ങുവില 300 രൂപയാക്കുമെന്നാണ്. എങ്ങനെയായിരിക്കും കോട്ടയത്ത് ഇത്തവണത്തെ ഒരു സാഹചര്യം, രാഷ്ട്രീയ ചിത്രം? പ്രത്യേകിച്ചും കോട്ടയം ജില്ല എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ആധിപത്യമുള്ളതാണ്. ക്രിസ്ത്യൻ വോട്ട് വിഭാഗമാണ് അവിടെ കൂടുതലുമുള്ളത്. അപ്പോൾ നമുക്കറിയാം കോട്ടയം, പാലാ മണ്ഡലങ്ങളാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കോട്ടയത്ത് ആര് ജയിക്കും എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. അതായത് 2016, 2021, ഇപ്പോൾ 26. 2016-ലെയും 2021-ലെയും കാഴ്ചകളല്ല 2026-ൽ കാണുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ലിജിൻ, UDF-ന്റെ ഉറച്ച കോട്ട തന്നെയാണ് കോട്ടയം എന്ന് പറയുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴാണ് ഈ മുന്നണി മാറ്റമൊക്കെ വരുന്നത്. ജോസ് കെ മാണി, കേരള കോൺഗ്രസ് M, അപ്പോൾ മുന്നണി മാറുന്നു. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു ചലനം വലുതാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ റബ്ബർ വിഷയമാണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത്. പ്രത്യേകിച്ച് മലയോര കർഷക
വിഷയങ്ങളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പുതുപ്പള്ളിയൊക്കെ ഉമ്മൻചാണ്ടി ഇല്ലാത്ത മറ്റൊരു തെരഞ്ഞെടുപ്പാണ്, മറുവശത്ത് VS അച്യുതാനന്ദന് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളമൊക്കെ നടന്നെടുക്കുകയാണ്. സ്വാഭാവികമായും പുതുപ്പള്ളി പോലെയുള്ള മണ്ഡലങ്ങളിൽ BJPക്കും വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻ വർഷങ്ങളിൽ ഉള്ളതുപോലെയല്ല ഇത്തവണ, അല്ലെങ്കിൽ 2021 വരുമ്പോൾ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത്. ഓരോ സമയത്തും ഇങ്ങനെ വലിയൊരു കുത്തനെയുള്ള കയറ്റം ഇല്ല എങ്കിൽ പോലും ഇങ്ങനെ വെച്ചുള്ള ഒരു കയറ്റം എന്തായാലും BJPക്ക് ഉണ്ട് എന്നുള്ളത്. സ്വാഭാവികമായും BJP കോട്ടയത്തും ഒരു നിർണായക ശക്തിയാകുമെന്ന് വേണം കരുതാൻ. അതെ അതെ, അതോടൊപ്പം തന്നെ അതായത് 2021 കോട്ടയം ജില്ല ഇടത്തോട്ടാണ് ചാഞ്ഞത്. പക്ഷേ NDAക്ക് അപ്പോഴും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂഞ്ഞാറ് പോലുള്ള മണ്ഡലങ്ങളുണ്ട്, PC ജോർജിന്റെ മണ്ഡലം, ഷോൺ ജോർജിനൊക്കെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ കോട്ടയത്തുള്ളത് എന്നുള്ളതാണ്. കാരണം അവർ വലിയ തരത്തിലുള്ള വലിയ വിഹിതത്തിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. മാത്രമല്ല ഈ രണ്ടുപേരും മത്സരിക്കുകയാണ്, PC ജോർജും ഷോൺ ജോർജും മത്സരിക്കുകയാണ്. രണ്ടുപേരും തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നരേന്ദ്രമോദി കേരളത്തിൽ വന്നു, 2 തവണ അദ്ദേഹം വന്നു, നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി. മാത്രമല്ല പല രാഷ്ട്രീയ കാര്യങ്ങളും കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ BJPക്കും ഒരു നല്ല മാറ്റം അല്ലെങ്കിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കോട്ടയം ജില്ലയിൽ കഴിയുകയാണെങ്കിൽ നിശ്ചയമായും അത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് തന്നെ ഉണ്ടാകും. വികസനം പറയുന്നുണ്ട്, ഒപ്പം റബ്ബർ, നമുക്കറിയാം റബ്ബറിന്റെ താങ്ങുവിലയൊക്കെ കൂട്ടും എന്ന് അതായത് UDFന്റെ ആയിക്കോട്ടെ LDFന്റെ ആയിക്കോട്ടെ NDAയും അത് തന്നെ പറയുന്നുണ്ട്. പ്രകടന പത്രികയിൽ അടക്കം പറയുന്നുണ്ട് റബ്ബറിന്റെ താങ്ങുവില കൂട്ടും എന്നുള്ളത്. കർഷകരുള്ള ഒരു വിഭാഗം കർഷകരുള്ള ജില്ല തന്നെയാണ് കോട്ടയം എന്നുള്ളത്. പിന്നെ ഈ സഭാ തർക്കങ്ങളൊക്കെ നേരത്തെ ഉടലെടുത്തിരുന്നു. അതൊക്കെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് റിസൾട്ട് വന്നിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റബ്ബർ കർഷകരെയൊക്കെ വളരെ തരത്തിൽ സ്വാധീനിക്കുന്ന മണ്ഡലം കൂടിയാണ് ഈ കോട്ടയം എന്ന് പറയുന്നത്. അതൊക്കെ വലിയ സ്വാധീനം എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ലീജൻ, മാത്രമല്ല ഈ മലയോര കർഷകർ പ്രശ്നം ഈ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലകളിലാണ് അതൊക്കെ വലിയ രീതിയിൽ ഉണ്ടാകുന്നത് എന്ന് പറയാം. പക്ഷേ എന്നിരുന്നാൽ പോലും കോട്ടയത്തിൻ്റെ ഒരു മേഖല നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊരു സാധ്യതയുണ്ട്. ഈ മുന്നണികൾ മാറി വരുന്നു. പക്ഷേ അവിടെ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് മാറാത്തതും മാറും എന്നതാണ് BJPയുടെ മുദ്രാവാക്യം. സ്വാഭാവികമായും ഈ 2 മുന്നണികളും ഭരിച്ചിട്ടും യാതൊരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോട്ടയത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തെ പറയുന്നതിനേക്കാളും ജില്ലയിലാകമാനം എന്തായാലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് UDFന്റെ വലിയ മുന്നേറ്റം കണ്ടിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ UDFന്റെ വലിയ മുന്നേറ്റം കണ്ടിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനും ഇതൊരു കടുത്ത പോരാട്ടമാണ്, അഭിമാനം രക്ഷിക്കേണ്ട പോരാട്ടമാണ്. കാരണം മുന്നണി മാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചനയും ചർച്ചയൊക്കെ വന്നെങ്കിലും പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും ആ ഒരു ഇമേജ് എന്തായാലും ജോസ് കെ മാണിക്ക് കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ ആ ഒരു പോരാട്ടം കഠിനമായിരിക്കും. തീർച്ചയായും. മറ്റൊന്ന് ഒരു കാര്യം കൂടി, അതായത് ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക പോരാട്ടമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ജോസ് കെ മാണിയുടെ ഒരു വിഭാഗം UDFിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷേ പല സീറ്റിലും തർക്കങ്ങളുണ്ടായിരുന്നു. ഇനി അഥവാ LDF പരാജയപ്പെടുകയാണ്, UDF വിജയിക്കുകയാണെങ്കിൽ അന്ന് ഈ പറയുന്ന ഒരു വിഭാഗം ജോസ് കെ മാണിക്ക് എതിരാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പിളർപ്പിലേക്കൊക്കെ പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്നതിനെ മറുകണ്ഠം ചാടുമെന്നാണോ ലീജിയൻ പ്രതീക്ഷിക്കുന്നത്? അല്ല, സ്വാഭാവികമായും അത്തരത്തിലൊരു 2 അഭിപ്രായം ഉള്ള സ്ഥിതിക്ക് ഇനി സ്വാഭാവികമായി പറയുമല്ലോ, അന്ന് ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പരാജയപ്പെടേണ്ടി വരില്ലായിരുന്നു എന്ന് ഒരുപക്ഷെ അവർക്ക് പറയാനുള്ള അവസരം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പാലക്കാട് പോകാം. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതായത് മന്ത്രി VN വാസവന്റെ മണ്ഡലം, അതായത് ഏറ്റുമാനൂര്, അവിടെ എങ്ങനെയായിരിക്കും അതുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു പോകാം. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഒരുപാട് വിഷയങ്ങൾ മന്ത്രിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മണ്ഡലം എങ്ങനെയായിരിക്കും? തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ VN വാസവനെ സംബന്ധിച്ചിടത്തോളം ജനകീയ നേതാവാണ്. സ്വാഭാവികമായി അവിടെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു വോട്ട് അടിത്തറ എന്തായാലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് മുന്നണിയിലെ അണികളോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വിപരീതമായി തീർച്ചയായിട്ടും അതെ ഈ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും പറയുന്നത് പോലെ 3 പാറ്റേൺ ആണ്. ലോക്സഭ, നിയമസഭ, തദ്ദേശം, ഇത് 3 പാറ്റേൺ ആണ്. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ BJP ഒക്കെ പറയുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല, പ്രവചനാതീതമായി മാറും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇനി എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് പാലക്കാടിലേക്ക് പോകാം. പാലക്കാട് ഒരുപക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് മണ്ഡലം എന്നത് തന്നെയാണ്. സ്വാഭാവികമായും ആദ്യം ഷാഫി പറമ്പിൽ അവിടെ വിജയിക്കുന്നു. അതും വളരെ മികച്ച ഒരു പോരാട്ടം നടത്താൻ ഈ ശ്രീധരൻ എന്ന NDA സ്ഥാനാർത്ഥിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. വ്യക്തിപ്രഭാവം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണലിസം കൊണ്ടും ഒക്കെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മത്സരം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ MLA ആയി വരുന്നു. രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിരവധിയാണ്. പക്ഷേ മറുവശത്ത് ഏറ്റവും ഒടുവിൽ അവർ നടത്തിയത് അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. രമേശ് പിഷാരടി അവിടെ അവതരിപ്പിക്കുകയാണ്. മറുവശത്ത് പക്ഷേ
പക്ഷെ അത് എന്തൊക്കെ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് ഇറക്കുന്നു, മണ്ഡലം കൊടുക്കുന്നു, രാഷ്ട്രീയത്തിൽ പരിചയമില്ല, ഒരു താരപ്രചാരകനെ വെറുതെ എടുക്കുന്നു. അത് ഇടതുമുന്നണി അത് ആയുധമാക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥാനാർത്ഥിയെ പാലക്കാട് നിർത്തിയത്? ഡീൽ ആരോപണം വരെ വന്നു. തീർച്ചയായിട്ടും ഡീൽ ആരോപണം പൊട്ടി പുറപ്പെട്ടത് തന്നെ പാലക്കാട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത കരുത്തയായ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ്, വനിതാ നേതാവാണ് ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ മണ്ഡലങ്ങളും അവർ മത്സരിക്കുമ്പോൾ, നേരത്തെ അശ്വതിനെ പറയുന്നത് പോലെ ഓരോ മണ്ഡലങ്ങളും അവർ മത്സരിക്കുമ്പോൾ വോട്ട് വിഹിതം കൃത്യമായി കൂട്ടുന്നുണ്ട്. പക്ഷേ ഒരു മണ്ഡലത്തിലും സ്ഥിരമായി അവർ നിൽക്കുന്നില്ല എന്നുള്ളത് ഈ സാധാരണ അണികൾക്കിടയിൽ ഒരു വലിയ വിമർശനത്തിന് ഇടയാക്കുന്നു. അതൊരു നെഗറ്റീവ് ഇമേജായി മാറുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ.ഡി.എ ഇങ്ങനെ ശോഭയെ മാറ്റി മാറ്റി നിർത്തുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം ശോഭയുടേതായിട്ടുള്ള വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലിജിൻ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ട് വിഹിതം ഉയർത്തുക എന്നതാണെന്ന് തോന്നുന്നു ബി.ജെ.പിയുടെ ഒരു ലക്ഷ്യം. പക്ഷേ അത് അങ്ങനെ ചെയ്യുന്നതോടെ എത്ര ഫലം കാണുമെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തുമ്പോഴത്തേക്കും അത് ബി.ജെ.പിയുടെ ഒരു മണ്ഡലങ്ങളുടെ സ്വാധീനം കുറയുകയാണോ, അല്ലെങ്കിൽ ശോഭ ഒരിടത്ത് തന്നെ നിർത്തി പരീക്ഷിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് എന്ന് തോന്നുന്നു. അത് ബി.ജെ.പി പ്രവർത്തകർക്കിടയിൽ തന്നെ ആ ഒരു അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു 5 വർഷം സ്ഥിരമായി തന്നെ അവർ അവിടെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ LDFും UDFും പറയുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ, നേരെ തിരിയും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തവണ എന്തായാലും ഒരു കടുത്ത പോരാട്ടം നടക്കും. പക്ഷേ ബി.ജെ.പി വലിയ ഒരു A ക്ലാസ് മണ്ഡലമായിട്ടാണ് പാലക്കാടിനെ നോക്കിക്കാണുന്നത്. നമ്മുടെ തലസ്ഥാനത്തെ നിയമവും പാലക്കാടും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമാണ്. ഇപ്പോഴും UDF പറയുന്നത് UDF തന്നെ നിലനിർത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഒരു കടുത്ത പോരാട്ടം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ലീജൻ എന്താ വിചാരിക്കുന്നത്? പാലക്കാട് UDFും NDAയും തമ്മിലാണ് മത്സരം? തീർച്ചയായിട്ടും അത് നിശ്ചയമായും അവിടെ ഈ LDFന് അവിടെ വലിയ റോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ നേരിട്ടുള്ള ഫൈറ്റാണ്. NDA UDF ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു 3ാം സ്ഥാനത്തേക്ക് LDF വരാനേ സാധ്യതയുള്ളൂ. ഒരു പക്ഷേ ഇതിൽ ആര് ജയിച്ചാലും അതൊരു കടുത്ത പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. മറ്റൊന്ന് ഈ മലമ്പുഴയാണ്. മലമ്പുഴ നമുക്കറിയാം VS അച്യുതാനന്ദൻ്റെ എക്കാലത്തെയും കുത്തകയായിരുന്നൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ബി.ജെ.പി 2ാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ്. ഈ പാലക്കാടും മലമ്പുഴയും ഒക്കെ സുരേഷാണ്. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ എന്തുകൊണ്ട് ഇറക്കുന്നു എന്ന ഒരു ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ സ്വതന്ത്രൻ വേണ്ട, എന്നാൽ പിന്നെ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ കൂടിയാണ് പാലക്കാട് അദ്ദേഹം മത്സരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സുരേഷിന് ഗുണമാകുമോ? എനിക്ക് ആ ഒരു രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പാർട്ടി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകൾ ലഭിച്ചേക്കാം. പക്ഷേ സുരേഷിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ വലിയ രീതിയിൽ ജനകീയനല്ലാത്ത അദ്ദേഹം, നമുക്കറിയാം VS അച്യുതാനന്ദൻ്റെ സ്റ്റാഫ് എന്ന രീതിക്ക് അപ്പുറത്തേക്ക് നമുക്ക് മറ്റ് അറിവില്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച്. പക്ഷേ പൂർണ്ണമായിട്ടും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് എങ്ങനെയായിരിക്കും വരിക എന്നത് എന്തായാലും ജനം തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. അതിനകത്ത് നമുക്ക് വേറൊന്നും പറയാനില്ല എന്നുള്ളത്. അതാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. A ക്ലാസ് മണ്ഡലമാണ് ബി.ജെ.പിയുടെ പാലക്കാട്. എനിക്ക് തോന്നുന്നു ബി.ജെ.പിക്ക് ഒരു ഭയം വന്നിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചതാണ്. അതായത് ഈ പിഷാരടി വോട്ട് ചോദിച്ചു തന്നപ്പോൾ അവിടെ തടയുന്നു ബി.ജെ.പി പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ തന്നെയാണ് തടയുന്നത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയമുണ്ടോ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതെന്തായാലും ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം വരുന്നത് നമ്മൾ കണ്ടതാണ്, പിഷാരടി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഈ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും ആശയങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആകാം. പക്ഷേ അതൊരു കൈവയ്ക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം സ്വാഭാവികമായും പ്രധാനമായും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. എന്തായാലും പാലക്കാടിനെ കുറിച്ച് നമുക്ക് ഒരു എപ്പിസോഡൊന്നുമല്ല, നിരവധി പറയാനുണ്ട്, അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ജില്ലയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഈ മധ്യ കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിക്ക് അവിടെ ഒരു സീറ്റ് നൽകിയ ഒരു സ്ഥലമാണ്. ഇത്തവണയും വലിയ ആത്മവിശ്വാസം. അതായത് തൃശ്ശൂർ എല്ലാവരും ഈ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ലിജിൻ വേറൊന്നുമല്ല, K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. പത്മജ ഇതിനു മുൻപ് നമുക്കറിയാം 2016-21 മത്സരിച്ചിട്ടുണ്ട് തൃശ്ശൂർ. എങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം. കരുണാകരൻ പ്രത്യേകിച്ചും കരുണാകരന്റെ മകൾ മത്സരിക്കുക വരുന്നു എന്നുള്ളതാണ്. അതായത് പിന്നിൽ നിന്ന് കുട്ടിയത് കൊണ്ടാണ് താൻ തോറ്റതെന്നാണ് പത്മജ നേരത്തെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ NDAയിൽ മത്സരിക്കുന്നു, ആ വോട്ടുകളൊക്കെ ഈ പത്മജയ്ക്ക് ലഭിക്കുമോ, ആ വോട്ടുകളൊക്കെ ആ പെട്ടിയിൽ വീഴുമോ എന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസമാണ് പത്മജ പങ്കുവെക്കുന്നത്.
മാത്രമല്ല എനിക്ക് തോന്നുന്നു പത്മജ ഈ കോൺഗ്രസിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ്, അല്ലെങ്കിൽ കൂടുതൽ ശക്തിയാണ് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും. കാരണം നല്ലൊരു അടിത്തറ അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആ റോഡ് ഷോയിൽ പത്മജ വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസിലായിരുന്ന സമയത്ത് എനിക്ക് അവഗണന നേരിട്ടു, എന്നെ ഈ വാഹന പ്രചരണ യാത്രയിൽ മുന്നിൽ നിർത്തിയില്ല, പക്ഷേ നരേന്ദ്രമോദി എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞു വെക്കുന്നു. വലിയ ആരോപണമായിരുന്നു. അതായത് പാർട്ടി പ്രവർത്തകർ പോലും തനിക്കെതിരെ നിന്നു, താൻ തോൽക്കാൻ കാരണം അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നത് പോലും. അതെ, സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ പത്മജ വേണുഗോപാൽ അവിടെ ഒരു നിർണായക ശക്തിയെ മാറുമെന്നുള്ളതാണ്. അവിടെയും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ എ ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. BJP വലിയ വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. മറുവശത്ത് ഈ പറഞ്ഞതുപോലെ അശ്വതി സൂചിപ്പിച്ചതുപോലെ കെ കരുണാകരൻ എന്ന അടിയുറച്ച കോൺഗ്രസ് നേതാവിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയാണ് അവിടെ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത് എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ പറയാം. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് ഈ ഇടയ്ക്കുണ്ടായ വിവാദമാണ്, പ്രത്യേകിച്ച് B. ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. അതൊരിക്കലും പല രീതിയിൽ അതിനെ നോക്കി കാണുന്നുണ്ട്. പക്ഷേ B. ഗോപാലകൃഷ്ണൻ വീണ്ടും ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചുകൊണ്ട് അതുവരെയുള്ള MLA-മാരുടെ പേരുകളാണ്, അതായത് അതുവരെയുള്ള മുസ്ലിം MLA-മാരുടെ പേരുകൾ വെച്ചുകൊണ്ടാണ് അടുത്ത ആര് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ബോർഡൊക്കെ വയ്ക്കുകയാണ്. സ്വാഭാവികമായും അത് മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ തീർച്ചയായും. കാരണം ബുദ്ധിയും ബോധവുമുള്ള ജനതയാണ് പ്രത്യേകിച്ചും കേരളത്തിലുള്ളത്. അപ്പോൾ അവരെന്തായാലും അത് ചിന്തിക്കില്ലേ എന്നുള്ള സംശയം എല്ലാവരിലും ഉണ്ട്. അത് ചിന്തിച്ച് തന്നെ അവർ മുന്നോട്ട് പോകുകയുള്ളൂ എന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല അവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ ശക്തൻ്റെ നാടാണ്. മാത്രമല്ല എല്ലാ കാലവും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മണ്ണ് കൂടെയാണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഹിന്ദു വോട്ടുകളാണ് കൂടുതലെന്ന്. പക്ഷെ അങ്ങനെയല്ല, ലെജിൻ ക്രിസ്ത്യൻ വോട്ടുകളാണ് അവിടെ കൂടുതൽ എന്നുള്ളത്. ഈ നായർ വിഭാഗമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വിഭാഗമൊക്കെ എടുത്തു നോക്കിയാൽ ഒരു വളരെ ശതമാനം മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ വോട്ടുകളാണ് അവിടെ കൂടുതൽ എന്നത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. മാത്രമല്ല സുരേഷ് ഗോപി മത്സരിച്ച് അവിടെ നിന്ന് വിജയിച്ച് കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി നിന്നത് ക്രൈസ്തവ വിഭാഗമാണ് എന്നതാണ്. അത്തരത്തിൽ അങ്ങനെ ഒരു സ്പ്ലിറ്റ് അവിടെ ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവസാന ഘട്ടത്തിലാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും LDFന് ഇത്രയും വലിയൊരു തകർച്ച നേരിടില്ല സാധാരണഗതി. തൃശ്ശൂരും അത് തന്നെയാണ്. CPM വല്ലാതെ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ 2016-ലെ 2021-ലെയും ഒക്കെ തെരഞ്ഞെടുപ്പിലെ ആ ഒരു വോട്ട് വിഹിതം നോക്കിയാൽ തന്നെ അവർക്ക് കിട്ടിയ വോട്ടും തട്ടിച്ചു നോക്കിയാൽ തന്നെ ആ ഒരു വിഹിതത്തിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല CC മുകുന്ദൻ എന്ന് പറയുന്ന CPI-യുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് MLA അദ്ദേഹം അവിടെ നിന്നും പുറത്താക്കപ്പെടുകയാണ്. അത് ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പുറത്തു വരുന്നത്. കോൺഗ്രസിനെ സമീപിക്കുന്നു, കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ BJP സ്ഥാനാർത്ഥിയായി അവിടെ വരികയാണ്. അദ്ദേഹം പിടിക്കുന്ന വോട്ട് പല സർവേകളും നമ്മൾ കണ്ടത് അദ്ദേഹം വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അവിടെ പിടിക്കുന്ന വോട്ട് നിർണായകമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ആകർഷകം ആക്കുന്നതെന്ന് തോന്നുന്നു. അതായത് ഒരു വിഭാഗം തന്നെ ഈ CC മുകുന്ദനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ CC മുകുന്ദൻ അത്ര വലിയ നേതാവൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ആ പ്രാദേശിക തലത്തിൽ അദ്ദേഹത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. പ്രവർത്തകരും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതും നോക്കിക്കാണുന്നത് അത് തന്നെയാണ്. അവരുടെ പ്രതികരണങ്ങളിലൊക്കെ നമുക്ക് അത് മനസ്സിലാവും. അതെന്തായാലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇനി എനിക്ക് തോന്നുന്നു ഏറെ അവസാനത്തെ, അതായത് മധ്യകേരളം നമ്മൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്നൊന്ന് പോയി വരേണ്ടത് ഇടുക്കിയാണ്. ഇടുക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ പെട്ടെന്ന് MM മണി എന്നുള്ളതാണ് ആ നേതാവിൻ്റെ പേര് നമുക്ക് വരും. പക്ഷെ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും ഇടുക്കിയിൽ ഒരു ചിത്രം, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഒരു ഫലമൊക്കെ വരുമ്പോൾ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ? നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ മലയോര മേഖലയാണ് പ്രത്യേകിച്ചും. നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ UDFന്റെ മുന്നേറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മലയോര മേഖലയിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വന്യജീവി പ്രശ്നങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ചയായതാണ്. പ്രത്യേകിച്ചും ഈ തോട്ടമേഖലയാണ്. പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രി അതായത് പിണറായി വിജയന്റെ ഈ 2 ടേമിലും ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണമുണ്ടായ ജില്ല കൂടിയാണ്. അപ്പോൾ ഈ പ്രകടന പത്രികയിലൊക്കെ അതൊക്കെ എടുത്തു പറയുന്നുണ്ട്. പ്രതിപക്ഷമൊക്കെ എത്രത്തോളം വിമർശിച്ച കാര്യമാണ് ഈ വന്യജീവിയുമായി ബന്ധപ്പെട്ട എത്ര ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ലീജിന്. അപ്പോൾ അതൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ജനമനസ്സ് ചിന്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ MM മണി മത്സരിക്കുന്നില്ല എങ്കിൽ പോലും ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷത്തിനെ അടക്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള എത്രയോ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ നെഗറ്റീവായി വരും, അല്ലെങ്കിൽ ജനങ്ങൾ അതെങ്ങനെ ചിന്തിക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. മറ്റൊന്ന് MM മണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ചില വാക്പിഴയെന്ന് പറയാൻ പറ്റില്ല,
അദ്ദേഹം ചില സമയത്തെങ്കിലും കടന്ന് ചില വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിനുള്ള പിന്തുണ നമുക്ക് വിസ്മരിക്കാൻ കഴിയും. പുള്ളി എം മണി എന്ത് പറഞ്ഞാലും കൈയടിച്ചാണ് പ്രവർത്തകർ അതിനെ സ്വീകരിക്കുന്നത്. പക്ഷെ അതിനെ എന്തിന് നമ്മുടെ സംസ്ഥാനത്തോട്ടുള്ള നേതാക്കൾ പോലും അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനം അത്രത്തോളം ഉണ്ട് ആ മേഖലയിൽ. മാത്രമല്ല ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ നല്ല രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ മാറ്റി പരീക്ഷിക്കുന്നത് ജില്ലാ നേതൃത്വം ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടതാണ് എം മണി വേണം എന്നുള്ളത്. എന്തായാലും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി റോഷി അഗസ്റ്റിൻ്റെ ജില്ലയാണ്. റോഷി അഗസ്റ്റിന് അവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി നേതാക്കൾ, എ രാജയുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരുമോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളും പരിശോധിക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളും നിർണായകമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു എ ക്ലാസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന 1-2 മണ്ഡലം, ഒന്ന് പാലക്കാടായിരിക്കാം, ഒരുപക്ഷെ മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി പാലക്കാട്, തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളായിരിക്കും ഈ മധ്യ കേരളത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ മലമ്പുഴയിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ എന്നുള്ളത്. ഒറ്റ കാര്യം കൂടെ, അതായത് ഈ 2020 സ്ഥാനാർത്ഥികളുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ഒരു വരവ്, സിനിമാ താരങ്ങളെയൊക്കെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ് NDA ഇത്തവണ അങ്ങനെ ഒരു പോരാട്ടം നടത്തുന്നത്. എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് പോരാട്ടം നമുക്ക് മധ്യ കേരളത്തിലെ ജില്ലകളിൽ നിന്നും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? ഈ രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയായിരിക്കും ലിജി നോക്കിക്കാണുന്നത്? അതായത് മുൻ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി LDFന് വലിയ തലവേദനയാകത്തില്ലേ? വലിയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതായത് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി വിടുന്നത്. അത് LDFന് വല്ലാത്ത തലവേദനയാകും എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ ഇടുക്കിയൊക്കെ മലയോര മേഖലയാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ അവർക്ക് എന്ത് കിട്ടി എന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. ജനമനസ്സ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതെങ്ങനെ ഈ മാറുമായി? തീർച്ചയായും ഈ എം മണിയെ പോലെ മറ്റൊരു നേതാവാണ് രാജേന്ദ്രൻ. സ്വാഭാവികമായും അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, പല നേതാക്കളും ഹൈജാക്ക് ചെയ്യുന്നു, അഭിപ്രായം പറയാൻ സമയം കിട്ടുന്നില്ല, അവസരം കൊടുക്കുന്നില്ല എന്നൊക്കെയായിരുന്നു. അത് BJPയിലേക്ക് വന്നപ്പോൾ തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, തനിക്ക് കാര്യങ്ങൾ പറയാം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളെ സമീപിക്കുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ LDFിൻ്റെ നല്ലൊരു നേതാവാണ്, അല്ലെങ്കിൽ അവരുടെ കരുത്തനായ ഒരു നേതാവാണ്, കാലങ്ങളോളം അവിടെ പ്രവർത്തിച്ചു വരുന്ന പരിചയമുള്ള നേതാവാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം, അല്ലെങ്കിൽ അദ്ദേഹം കൂടുമാറി നേരെ NDA ക്യാമ്പിലേക്ക് പോകുമ്പോൾ നിശ്ചയമായും അത് ഒരു പരിധിവരെ വോട്ട് അങ്ങോട്ടേക്ക് മാറുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് 2021 തട്ടിച്ചു നോക്കുമ്പോൾ 2026 ഒരുപാട് കൂറുമാറ്റവും കളങ്ങൾ മാറ്റവും ഒക്കെ നമ്മൾ കണ്ടു. അത് LDFിലായിരുന്നു കൂടുതൽ എന്നുള്ളതാണ്. എത്രയോ നേതാക്കളാണ് LDF വിട്ടുപോയത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും ചർച്ചയാകും എന്നത് സംശയമില്ല. പക്ഷേ UDFനെ സംബന്ധിച്ചും അത് തന്നെയാണ്. എത്രയോ ആരോപണങ്ങളാണ്, ഡീൽ ആരോപണം, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആരോപണങ്ങൾ LDFും ഉയർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ അതിന് മുഖ്യമന്ത്രിയോ ഈ കൺവീനറോ ഒന്നും തന്നെ മറുപടി പറയുന്നു. അങ്ങനെ ജാതി മത സമവാക്യങ്ങളൊക്കെ ഒരു വശത്ത്, മറുവശത്ത് ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് വലിയൊരു മുന്നേറ്റമാണ് UDFിൻ്റെ. അത് നിലനിർത്താൻ എന്തായാലും മധ്യ കേരളത്തിൽ UDFന് കഴിയുമോ എന്നത് പ്രധാന ചോദ്യമാണ്. ഇനി ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് അത് മധ്യ കേരളത്തിൽ. തീർച്ചയായും പ്രവചനങ്ങളും വിലയിരുത്തലുകളും നടത്തേണ്ടത് നമ്മളല്ല, മറിച്ച് സാധാരണ ജനങ്ങളാണ്. അവരുടെ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. അത് എന്തെന്നറിയാൻ കാത്തിരിക്കുക. ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമസ്കാരം.